71ാമത് സംസ്ഥാന സഹകരണ വാരാഘോഷത്തിന്റെ കാര്യപരിപാടികൾ വിശദീകരിക്കാൻ ബഹുമാനപ്പെട്ട നിയമ വ്യവസായ കയർ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ്, സംസ്ഥാന സഹകരണ യൂണിയൻ ചെയർമാൻ ശ്രീ കോലിയക്കോട് കൃഷ്ണൻ നായർ, സംഘാടക സമിതി ചെയർമാൻ ശ്രീ വി എം ശശി എന്നിവർ മാധ്യമപ്രവർത്തകരെ കണ്ടു. 71ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷം അതിന്റെ ഉദ്ഘാടനമാണ് 14-ാം തീയതി എറണാകുളത്ത് വെച്ച് ബഹുമാനായ മുഖ്യമന്ത്രി നിർവഹിക്കുന്നത്. രാവിലെ 9:30 പരിപാടികൾ ആരംഭിക്കും. രാവിലെ സെമിനാറുകളാണ് രാവിലത്തെ അജണ്ടയായിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പരിപാടി അത് സമയം 3 മണിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇത്തവണത്തെ ഒരു പ്രത്യേകത നവകേരളം നിർമ്മിതിയിൽ സഹകരണ പ്രസ്ഥാനത്തിന്റെ പങ്കും പ്രാദേശിക സ്ഥാപനങ്ങളുമായിട്ട് എങ്ങനെ ചേർന്ന് പ്രവർത്തിക്കാം, അത് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ വ്യവസായത്തിൽ സഹകരണ വ്യവസായ പാർക്കുകൾ 2 വകുപ്പും കൂടി ചേർന്ന് ആരംഭിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി സംരംഭകത്വം, തൊഴിൽ നൈപുണ്യ വികസനം ഇത് പ്രോത്സാഹിപ്പിക്കുന്നതിൽ സഹകരണ മേഖലയുടെ പങ്ക്, ഇങ്ങനെയുള്ള 2 സെമിനാറുകൾ ഇതിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സഹകരണ മേഖല കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ മാത്രമല്ല, സാമൂഹിക സാംസ്കാരിക രംഗത്തെല്ലാം ഏറെ ക്രിയാത്മകമായ സംഭാവന നൽകിയിട്ടുണ്ട്. ഇപ്പോ സംരംഭകത്വത്തിലേക്കും അതോടൊപ്പം തന്നെ നവകേരള നിർമ്മിതിയിലും സഹകരണ പ്രസ്ഥാനം കൂടുതൽ പങ്ക് വഹിക്കാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഈ പരിപാടിയുടെ തുടക്കം രജിസ്ട്രാർ ഡോക്ടർ ടി സജിത് ബാബു രാവിലെ പതാക ഉയർത്തും. 3 മണിക്കാണ് ഉദ്ഘാടന സമ്മേളനം. അതിൽ സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷത വഹിക്കും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, അതുപോലെ കേരള ബാങ്ക് പ്രസിഡന്റ് ശ്രീ ഗോപി കോട്ടുമുറിക്കൽ ഇവര് മുഖ്യപ്രഭാഷണം നടത്തും. ഞാനും അതിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നുണ്ട്. ടാക്സ് അസോസിയേഷൻ പ്രസിഡന്റ് വി ജോയ് MLA ആണ് പുരസ്കാര വിതരണം നടത്തുന്നത്. പിന്നെ നമ്മുടെ MP-മാര്, MLA-മാര്, സഹകാരികൾ എല്ലാവരും പങ്കെടുക്കും. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഉള്ള കൂട്ടായ്മയാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി. അതിന് ആ ഐക്യത്തോടുകൂടി നല്ല രീതിയിലുള്ള പരിപാടിയാണ് ആലോചിച്ചിട്ടുള്ളത്. അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇതിന് നേതൃത്വം നൽകുന്ന ശ്രീ കോലിയക്കോട് അദ്ദേഹം ശ്രദ്ധിക്കും. ഇത് 71ാമത് വാരാഘോഷമാണ്. നമ്മൾ ഉണ്ടാക്കിയിരുന്നതല്ല. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ 71 വർഷത്തിന് മുമ്പ് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവാണ് ഇതിന് തുടക്കം കുറിച്ചത്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന് ഒരു വ്യത്യസ്ത ഒരു മാറ്റമുണ്ട്. അഖിലേന്ത്യാതലത്തിലുള്ളതല്ല. എന്താ കാര്യം? ഇവിടുത്തെ സഹകരണ പ്രസ്ഥാനത്തിന് മറ്റ് യാതൊരു വിധത്തിലുള്ള ഒറ്റക്കെട്ടാണ്. അതിന് ജാതിയില്ല, മതമില്ല, ബന്ധമില്ല, സ്വന്തമില്ല, രാഷ്ട്രീയവുമില്ല. അത് സഹകാരികൾ ഒന്നിച്ചു നിന്നിട്ട് ആ രംഗത്ത് വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒന്നായിട്ടുള്ള കൂട്ടായ്മയോടുകൂടിയുള്ള സമരങ്ങളാണ്, തീരുമാനങ്ങളാണ് എടുക്കുമ്പോൾ പോയിട്ടുള്ളത്. നവംബർ 14 നടക്കുന്ന പ്രസ്തുത ചടങ്ങിലേക്ക് മന്ത്രി ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്തു.